ഞാനവിടെ നാത്തൂൻ പോര് കാട്ടി ഇറക്കി വിട്ടുന്നാ ഇപ്പൊ അവളുടെ മനസ്സിൽ. അങ്കിളിനറിയാലോ, എന്റെ അനിയത്തിക്കുട്ടിയായിട്ടാ ഞാൻ അവളെ കണ്ടിട്ടുള്ളത്. പക്ഷേ ജീവിതത്തിന്റെ സീരിയസ്നെസ് അവക്കറിയില്ല. ഇന്ന് അവൾ ഈ വാശിയും വൈരാഗ്യവും ഒക്കെ കാണിക്കുന്ന എല്ലാവരുടെയും മുന്നിൽ നാളെ ഒരിക്കൽ അവൾ തകർന്നു നിൽക്കരുത്. അങ്ങനൊരവസ്ഥ അവക്കുണ്ടായ അവൾക്ക് പിന്തുണയായി അവളുടെ ഭർത്താവും ബന്ധുക്കളും എല്ലാം ഉണ്ടാവണം. മോള് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അല്ല, ഞാൻ അവളുടെ പൊട്ടത്തരങ്ങളെ കുറിച്ച് പറഞ്ഞെന്നേ ഉള്ളൂ. അല്ല, അവളെവിടെ ഗൗരി? ഞങ്ങള് വന്നു കയറിയ പിന്നെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. നിങ്ങളോട് പിണങ്ങിട്ടാവും. ഭാനു, ഭാനുമതി. ഓ, ദാ വരുന്നു. ആ, ദാ ഇവര് ഇറങ്ങാൻ തുടങ്ങാ. അയ്യോ, ഇത്ര പെട്ടെന്നോ? ശേ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാ മതി. ഒരുപാട് നാള് കൂടിയല്ലേ ഇങ്ങോട്ട് വന്നത്. ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വരാം ഗൗരിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട്. അത് അവക്ക് സന്തോഷം. അവക്ക് ഇവിടെ ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. എന്റെ മോള് തന്നെയല്ലേ ഗൗരി. ഭാനുമതി, നീ ഇത് ഉള്ളിത്തട്ടി തന്നെ പറഞ്ഞതാണല്ലോ അല്ലേ? സതുട്ടാ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. വീട്ടിൽ വന്ന് കയറിയ പെണ്ണിനെ സ്വന്തം മോളായിട്ട് കാണാൻ എനിക്ക് കഴിയും. അല്ലാതെ ചേട്ടന്റെ അമ്മ എന്നോട് കാണിച്ചതുപോലെ ഞാൻ ഗൗരിമോളോട് കാണിക്കില്ല. മനസ്സിലായോ? അന്ന് നീ ഒട്ടും മോശമല്ലായിരുന്നു. അതൊക്കെ അന്ന്. ഇപ്പൊ ഗൗരിമോൾ ഈ വീട്ടിലെ മോളാ. സ്വാതിമോളെ, എന്റെ കാര്യം ഇങ്ങനൊക്കെ തന്നെയാ. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അതുകൊണ്ടേ എന്നെ ആർക്കും ഇഷ്ടമല്ല. ഉള്ളില് കളങ്കം ഇല്ലാത്തവരാ അങ്ങനെയുള്ളവരെന്ന് എല്ലാവരും പറയും. ദാ കേക്ക് മനുഷ്യ, കേട്ട് പഠിക്കേ. എന്നെ കുറിച്ച് സ്വാതിമോള് പറഞ്ഞത് കേട്ടാ? അയ്യടെ ചക്കര. എന്നാലും നിങ്ങളുടെ വായിന്ന് ഒരു നല്ല വാക്ക് കേൾക്കാൻ ഞാൻ താപസിരിക്കണം. അതിന് നിന്റെ യഥാർത്ഥ സ്വഭാവം എനിക്കല്ലേ അറിയൂ. ഇങ്ങനെ ഞാൻ വല്ല വിഷവും കലക്കി കൊടുക്കും. കേട്ടില്ലേ മോളെ, ഇതാ ഇങ്ങയുടെ സ്വഭാവം. എന്നെ തീരെ വിലയില്ല. നിങ്ങളുടെ സംസാരം കേട്ടിരിക്കാൻ തന്നെ എന്തൊരു രസമാ. പരസ്പരം കൊണ്ടും കൊടുത്തും തമാശ പറഞ്ഞുള്ള ഈ ജീവിതത്തിനേക്കാൾ ഭംഗി വേറെ എന്തിനുണ്ട്? അമ്മായി, നിങ്ങളുടെ ഈ രീതി എന്റെ അനിയത്തിക്കും കൂടി ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണേ. അവളുടെ കുറുമ്പൊക്കെ അമ്മായി കണ്ടില്ല എന്ന് നടിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് കാശിന്റെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ ഒന്ന് അറിയിച്ചാൽ. അത് പിന്നെ പറയണോ? മോനൊന്നുകൊണ്ടും വിഷമിക്കട്ടെ. കാശിന് എന്താവശ്യം വന്നാലും അമ്മായി വിളിച്ചോളാം. എത്രയും പെട്ടെന്ന് അവർക്കൊരു കുഞ്ഞു കൂടി ജനിക്കണം. അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. എന്താ നിങ്ങളുടെ തീരുമാനം? ഉടനെ കുട്ടികൾ വേണ്ടതാണോ? ഏയ്, ഇനി വെച്ച് താമസിപ്പിക്കരുത്. ഇല്ലമ്മേ, ഞങ്ങൾക്ക് ഉടനെ തന്നെ ഒരു കുഞ്ഞ് വേണമെന്നുള്ള ആഗ്രഹത്തിലാ. ആഹാ, പിന്നെന്താ താമസം? എന്തെങ്കിലും കുഴപ്പം വല്ലതുണ്ടോ? ആർക്കാ കുഴപ്പം? മോനാണോ അത് സ്വാദിക്കോ? ഭാനുമതി, നീ എന്തൊക്കെയായി ചോദിക്കുന്നേ? ആർക്കും ഒരു കുഴപ്പമില്ല. നീ പോയി ഗൗരി വിളിച്ചിട്ടോ. അയ്യോ, ഞാനൊന്നും മനസ്സിൽ വെച്ച് ചോദിച്ചല്ലോ മക്കളെ. ഞാൻ ഇപ്പൊ ഗൗരിമോളെ വിളിച്ചിട്ട് വരാം. അവളെന്തേ മോനെ? ഗൗരി അവിടെ പിണങ്ങിയിരിക്കുക. ഞാൻ എത്ര വിളിച്ചിട്ടും വരുന്നില്ല. വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് പോയി അവളെ കണ്ടോളാം. വായേട്ടാ. എടി, അസ്ഥാനത്ത് ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞോണ്ടല്ലോ. എന്താ സ്ഥാനത്ത്? നല്ല ഒന്നാന്തരം സ്ഥാനത്ത് തന്നെയാ ഞാനത് ചോദിച്ചത്. മനസ്സിലായില്ലേ? 10 പെറ്റോളോടാ കന്നിപ്പേരന്റെ കഥയായിട്ട് അവള് വരുന്നത്. ദേ, ഇത് ഭാനുമതിയാ. എനിക്കറിയാം എപ്പോ എന്ത് എവിടെ ചോദിക്കണമെന്ന്. മനസ്സിലായോ? ഞാനത് മനഃപൂർവ്വം ചോദിച്ചത് തന്നെയാ. അല്ല പിന്നെ ഒരു വലിയ ആൾക്കാർ. ഇതാണ് പെണ്ണ്. എടുക്കുമ്പോഴൊന്ന്, തൊടുക്കുമ്പോ 100, കൊള്ളുമ്പോഴ1000. ദൈവമേ, ഇവളെ നീ എനിക്കായിട്ട് തന്നെ വച്ചിരുന്നല്ലോ.
ഗൗരി, ഗൗരി, ദേ ഞങ്ങൾ ഇറങ്ങുവാ. നീ ഈ വീട്ടിൽ സന്തോഷമായിട്ടിരിക്കണം. ഇവിടെ രാജീവും അച്ഛനും അമ്മയും ഒക്കെ നിനക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും. എനിക്ക് ആരുടെ സപ്പോർട്ട് വേണ്ട. ഞാനൊരു അധികപ്പറ്റാണെന്ന് തോന്നിയപ്പോഴേ എന്നെ അടിച്ചിറക്കി ഇവിടെ കൊണ്ടുവന്ന് തള്ളിയതല്ലേ. ഗൗരി, ഇനി ഞാൻ കരഞ്ഞാലും ചിരിച്ചാലും ആർക്കെന്ത് ചെയ്താം? അച്ഛനും അമ്മയില്ല, ചോദിക്കാനും പറയാനായിട്ടുള്ളവര് ദേ ഇവളുടെ പക്ഷത്തും. പിന്നെ പിന്നെ ഞാൻ എങ്ങനെയായാലും എന്താ? നിനക്കിപ്പോ സന്തോഷായില്ലേടി? നോക്കിക്കോ, എന്നോട് ചെയ്തതിനെ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ദേ നീ ഇങ്ങനെ വാശി കാണിക്കേണ്ട ഒരാവശ്യമില്ല ഗൗരി. നീ ഇപ്പൊ നിൽക്കുന്നത് നിന്റെ ഭർത്താവിന്റെ വീട്ടിലാ. ഇതിനേക്കാളും സന്തോഷം നിനക്ക് മറ്റെവിടെ കിട്ടും? ഓ, ചങ്കിലോട്ടൊരു കത്തി കുത്തി വെച്ചിട്ട് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച പോലെയാ നീ ഇപ്പൊ എന്നോട് ചോദിച്ചത്. ഇവളുടെ തലേണ മന്ത്രത്തിന്റെ ശക്തി ഇത്രത്തോളം ഉണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഗൗരി, അവനവൻ ചെയ്യുന്നതിന്റെ ഫലം മാത്രമേ അവനവന് കിട്ടൂ. എന്നെ നീ എന്തിനാ ശത്രുവായിട്ട് കാണുന്നത്? ആ വീട്ടിൽ എല്ലാവരും നിനക്കും രാജീവിനും ഒരു നല്ല ജീവിതം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുമ്പോ അത് അനുഭവിക്കേണ്ട നീ മാത്രം എന്താ ഇങ്ങനെ? നിന്നെ ആരും നടതള്ളി ഇവിടെ കൊണ്ടുവന്ന് കളഞ്ഞതല്ല. എന്നാ പിന്നെ എന്നെ അങ്ങ് തിരിച്ചു കൊണ്ടോ. എനിക്ക് അവിടെ അങ്ങ് ജീവിച്ചാ മതി. എനിക്കിവിടെ നിൽക്കണ്ട. അതെ, നടക്കില്ല. ഇനി നീ ജീവിക്കേണ്ടത് ഇവിടെയാ, രാജീവിന്റെ കൂടെ. രാജീവ് ഏട്ടന് അവിടെ വന്ന് നിൽക്കാലോ. എന്റെ വീടാണ് അതെന്ന് പറയുമ്പോ അത് എന്റെ ഭർത്താവിന്റെ കൂടെ വീടാണല്ലോ. അയ്യോ, അതിന് അമ്മ സമ്മതിക്കത്തില്ല. ഓ, എന്നാ പിന്നെ നിങ്ങളുടെ അമ്മയും കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ. ഞാൻ എന്റെ പാട്ടിനങ്ങ് പോവും. അയ്യോ ഗൗരി, നീ അങ്ങനെ ഒന്നും പറയല്ലേ. എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം. രാജീവ് ഏട്ടന് അമ്മയെ സമ്മതിച്ചിട്ടല്ലേ ഞാൻ കുറച്ചു നാളും കൂടെ അവിടെ നിൽക്കാൻ തീരുമാനിച്ചത്. ആ അതെ. എന്നിട്ടും ഭാര്യയുടെ വാക്കും കേട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നങ്ങ് തള്ളി. ഇതൊന്നും ദൈവം പൊറുക്കില്ല നീലേ. അങ്ങനെ പറയരുത് മോളെ. ഒരു സഹോദരന്റെ കടമയാ നീലി ചെയ്തേ. അതിലൊരു തെറ്റുമില്ല. എന്നാ പിന്നെ സഹോദരൻ തിരിച്ചു ചെല്ലുമ്പോ സ്വന്തം അച്ഛനോടെ ഒരു കാര്യം കൂടെ ചോദിക്കണം. എന്താ പറ്റുമോ? എന്തിനാ നീ ഇങ്ങനെ വയലന്റ് ആവുന്നത്? സമാധാനമായിട്ട് പറഞ്ഞാ പോരെ. ദേ നീ പറയ, ഞാൻ എന്താ വീട്ടിൽ പോയി അച്ഛനോട് ചോദിക്കേണ്ടത്? എന്നെ പ്രസവിച്ച എന്റെ അമ്മയും എനിക്ക് ജന്മം നൽകിയ എന്റെ അച്ഛനും എങ്ങനെ മരിച്ചതെന്ന്. എന്താ ചോദിക്കോ? ചോദിക്കാം. അതിനുള്ള ഉത്തരം കിട്ടുന്നത് വരെ ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. തിരിച്ചു വരും ഞാൻ അങ്ങോട്ട് തന്നെ. എന്നെ അവിടെ നിന്ന് ഇറക്കി വിടാൻ ആ വീട്ടിൽ ആർക്കും അധികാരമില്ല. അത് ഞാൻ തെളിയിക്കും. ആ താമസിക്കണ്ട. വല്ലിച്ചനോട് ചെന്നിട്ടേ എനിക്കുള്ള ഉത്തരം ചോദിച്ചറിയും. ചെല്ല്. ശരി, ഞങ്ങൾ ഇറങ്ങുന്നു. സ്വാതി പോ. വാ. സാരമില്ല, കൊച്ചു കുട്ടികളെ പോലെയാ ഇപ്പോഴും അവളുടെ സ്വഭാവം. അനാവശ്യമായ വാശി. ആദ്യം ആ സ്വഭാവം കളയണം. അത് കുട്ടിക്കാലത്തെ അവൾ അങ്ങനെയാ. ഇനി നിങ്ങൾ വേണം അവളെ ഓരോന്ന് പഠിപ്പിക്കാൻ. മോ വിഷമിക്കണ്ട. നമ്മൾ അനിരുന്നും അല്ലല്ലോ. ഒക്കെ ഞങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മോളെ, ധൈര്യമായിട്ട് പൊയ്ക്കോ. അമ്മ നോക്കിക്കോളാം. പിന്നെ അവൾ അല്പം ചോദിച്ചൊന്നും നിങ്ങൾ അവിടെ ചെന്ന് അച്ഛനോട് പറയാൻ നിൽക്കണ്ട. നിങ്ങൾ എന്താ മനുഷ്യ പറയുന്നത്? ഗൗരിമോൾ ചോദിച്ചല്ലോ, എന്താ തെറ്റ്? അവളുടെ അമ്മയുടെ അച്ഛന്റെ മരണം എങ്ങനെയാ സംഭവിച്ചെന്നറിയാനുള്ള അവകാശം അവക്കില്ലേ? ഇല്ലേ? അതൊരു തെറ്റാണെന്ന് നമുക്കെങ്ങനെ പറയാൻ പറ്റും, അല്ലേ? മോനെ നിങ്ങൾ ചെല്ല്. ശരി. ശരി. ശരി.
ശരി. പോയിട്ട് വാ. എന്റെ ഭാനു, നീ എന്തൊക്കെയാ അവരോട് സംസാരിച്ചേ? നിനക്ക് വല്ല വിവരമുണ്ടോ? അതെന്താ മനുഷ്യ, ഗൗരി മോള് ചോദിച്ചത് ന്യായമല്ലേ? ചിലപ്പോ അവരെ ആരെങ്കിലും ഇല്ലാതാക്കിയതാണെങ്കിലോ? ഇനി ചിലപ്പോ അവരെ ആരെങ്കിലും കൊന്നതാണെങ്കിലോ എന്ന്. അയ്യേ, ഒരു വിവരമില്ലാത്തൊരു മനുഷ്യൻ. സ്വാതി, താൻ എന്താ ആലോചിക്കുന്നത്? ചുമ്മാ. എത്ര നാളായി നമ്മൾ ഒരുമിച്ച് ഇതുപോലൊരു യാത്ര പോയിട്ട്, അല്ലേ ഏട്ടാ? ആ അതെ, പലപ്പോഴും പ്ലാൻ ചെയ്യുന്നതല്ലാതെ യാത്ര മാത്രം നടക്കുന്നില്ല. ഇനി അഥവാ നടന്നാലോ, ഗൗരിയും നന്ദിനിയും അതിനിടയിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്യും. എന്തായാലും ഇന്നത്തോടെ അവളെ കൊണ്ടുള്ള ശല്യം തീർന്നല്ലോ. അവളെ താനങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇതുകൊണ്ടൊന്നും അവളെ ജീവിതം പഠിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല ഏട്ടാ, അവള് ചോദിച്ചതിനുള്ള ഉത്തരം ഏട്ടനറിയോ? എന്ത്? അവളുടെ അച്ഛനും അമ്മയും മരിച്ചത് എങ്ങനെയാണെന്നല്ലേ അവള് ചോദിച്ചത്. സത്യത്തിൽ അവർക്ക് എന്താ സംഭവിച്ചത്? അതൊന്നും എനിക്കറിയില്ല. ഏതോ ആക്സിഡന്റ് ആണെന്ന് മാത്രം അറിയാം. ഏട്ടൻ അവരെ കണ്ടിട്ടുണ്ടോ? ഏയ് ഇല്ല. അവര് എവിടെ വെച്ചാ മരിച്ചേ? നമ്മുടെ വീട്ടിൽ വെച്ചാണോ? അല്ല, വളരെ ദൂരെ എവിടെയായിരുന്നു എന്ന് മാത്രമേ എനിക്കറിയാവൂ. അതും 10-20 വർഷങ്ങൾക്ക് മുൻപുള്ള കഥയല്ലേ. പല കാര്യങ്ങളും വ്യക്തമായി ഓർക്കാനും കഴിയുന്നില്ല. അപ്പോ ഗൗരിയുടെ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ വീടുമായി ഒരടുപ്പവും ഇല്ലായിരുന്നു എന്നാണോ ഏട്ടൻ പറയുന്നത്? ആ കാര്യങ്ങളൊക്കെ ഇപ്പോഴും അച്ഛന് മാത്രമേ അറിയൂ. കുട്ടിക്കാലത്ത് ചിലപ്പോഴൊക്കെ ഗിരി അച്ഛനോട് അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അന്നും അവര് വിഷമിക്കുമെന്ന് കരുതിയിട്ടാവണം അച്ഛൻ അവരോടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. അന്ന് പറയാതിരുന്നത് ഇപ്പൊ അപകടമായോന്നാ എന്റെ സംശയം. അതെന്താ തനിക്കിപ്പോ അങ്ങനെ തോന്നാൻ? അതിനൊരു കാരണമുണ്ടേട്ടാ. ഒരാളുടെ ഉള്ളിലുള്ള വികാരം മുഴുവൻ അയാളുടെ ശരീരഭാഷയിൽ ഉണ്ടാകും. അതെ, അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട്. ഇന്ന് ഗൗരിയിൽ ഞാനത് കണ്ടു. ഉള്ളിൽ ഒരുപാട് പകയുടെ ചൂട് തിളച്ചു മറിയുന്ന ഒരു വല്ലാത്ത ഭാവം. അവളുടെ ചോദ്യത്തിന്റെ ടോൺ, ഉപയോഗിക്കുന്ന ഭാഷ, അതെല്ലാം സൂചിപ്പിക്കുന്നത് അവളുടെ ഉള്ളിൽ ഒരു ശത്രു രൂപപ്പെട്ട് കഴിഞ്ഞുവെന്ന. അതിൽ നമ്മുടെ ആരുടെയെങ്കിലും മുഖമുണ്ടോന്നാ എന്റെ സംശയം. സ്വാതി, ദേ നമുക്ക് ഈ വിഷയം വിടാം. മറ്റു വല്ലതും സംസാരിക്കാം. എന്നാ പിന്നെ ഇന്ത്യയുടെ വിദേശ നയത്തെപ്പറ്റി ഞാൻ കുറച്ച് സംസാരിച്ചാലോ? അയ്യോ, അതൊന്നും വേണ്ട. നമ്മൾ ഇന്ന് എന്തായാലും പുറത്തിറങ്ങി. ഇന്നത്തെ ഭക്ഷണം നമുക്ക് പുറത്തുനിന്നായാലോ? എന്തു പറയുന്നു? എനിക്ക് സമ്മതം. പക്ഷേ ഫുഡ് മാത്രം പോരാ, ഒരു സിനിമയും കൂടി വേണം. ഓക്കെ, സമ്മതിച്ചു. ലാലേട്ടന്റെ പുതിയ ഫിലിം തന്നെ കണ്ടേക്കാം. അത് കൊള്ളാം. അപ്പൊ ഏട്ടൻ വണ്ടി വിട്ടോ, നമ്മൾ ഇന്ന് പുറത്തുനിന്ന് ഫുഡും കഴിച്ച് സിനിമയും കണ്ട് അടിപൊളിയായിട്ടങ്ങ് പോവും. എന്തു പറയുന്നു? ഓക്കെ, ഡൺ. ഓക്കെ. അപ്പോ ആദ്യം ഫുഡ്. ഓക്കെ. വേദയാണല്ലോ. ഹലോ, എന്താടി ചത്തുപോയോ നീ? അനക്കൊന്നും കേൾക്കുന്നില്ല. ഓ, ഞാൻ ചത്തോന്നറിയാൻ വിളിച്ചതാണോ നീ? സ്വാതി നിന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അല്ലേ? അതിന് നിനക്കെന്ത് വേണം? ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലോട്ടല്ലേ വന്നത്. പക്ഷേ നിന്നെ പട്ടിയെ പോലെ വലിച്ചഴിച്ചു കൊണ്ടുപോയിന്നാണല്ലോ ഞാൻ കേട്ടത്.
എനിക്ക് നിന്നെ ഒന്ന് നേരിൽ കാണണം. എന്തിനാ നീ എന്നെ കാണുന്നത്? നമ്മൾ തമ്മിൽ ഒരുപാട് ബന്ധങ്ങളില്ലേടി, അതൊക്കെ അത്ര പെട്ടെന്നങ്ങ് മറക്കാൻ പറ്റുമോ നിനക്ക്? നിന്റെ ഒരു ചോദ്യത്തിനും ആ വീട്ടിൽ നിന്ന് ഇനി ഉത്തരം കിട്ടില്ല. ആരും നിനക്ക് മറുപടിയും തരില്ല. നിനക്കുള്ള മറുപടി ഞാൻ തരും. ഇപ്പോഴല്ല, നീ എന്നെ കാണാൻ വരുമ്പോ. എന്തിനായിരിക്കും ഇവൾ എന്നെ കാണണമെന്ന് പറയുന്നത്? നിന്നെ അവിടെ ഉപേക്ഷിച്ചിട്ട് സ്വാതി നീലിനെയും കൊണ്ട് ഇപ്പൊ വലിയ സന്തോഷത്തില് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ നിന്നെ അവര് ആ വീട്ടിൽ നിന്ന് ചവിട്ടി എറിഞ്ഞതാണെന്ന്? എന്നെ കാണാൻ വരേണ്ട സമയം നിന്നെ ഞാൻ അറിയിക്കാം. വെക്കട്ടെ? വലിച്ച ചായ. മോള് ചായ കേട്ടോ? ആ കൊള്ളാം. അപ്പോ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യാൻ അറിയാം അല്ലേ? എനിക്ക് എല്ലാ വീട്ടുജോലികളും ചെയ്യാൻ അറിയാം. പക്ഷെ ഇവിടുത്തെ അടുക്കള ഭരണം ഓരോരുത്തർ കൈയടക്കി വെച്ചിരിക്കുകയല്ലേ. അവരുടെ അധികാരത്തില് നമ്മൾ എന്തിനാ വെറുതെ കൈകടത്തുന്നെന്ന് വിചാരിച്ചിട്ടാ. നന്ദിനി, നീ പറഞ്ഞത് സ്വാധീനമുള്ള ഉദ്ദേശിച്ചാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഒന്ന് നീ മനസ്സിലാക്കണം, ഒരു വീട്ടിലെ ജോലികള് ആരും പറഞ്ഞു ചെയ്യേണ്ടതല്ല, അത് സ്വയം അറിഞ്ഞു ചെയ്യേണ്ടതാ. സ്വന്തം വീടിനെ സ്നേഹിക്കുന്ന സ്ത്രീകൾ അതാ ചെയ്യേണ്ടത്. ഓഹോ, അപ്പൊ ഞാൻ ഈ വീടിനെ സ്നേഹിക്കുന്നില്ലെന്നാണോ വലിച്ചം പറഞ്ഞു വരുന്നത്? ഒരിക്കലുമല്ല. നിനക്ക് സ്നേഹമുണ്ട്, പക്ഷേ അത് പ്രകടിപ്പിക്കുന്ന രീതി ഒന്ന് മാറ്റണം. അതിന് നീ കുറച്ചു ദിവസം സ്വാതിമോളുടെ കൂടെ കൂടിയാൽ മതി. അവക്കറിയാം ഒരു വീട് എങ്ങനെ നോക്കണം. ഓഹോ, അപ്പൊ ഞാനിനി അവർക്ക് ശിഷ്യപ്പെടണം? എനിക്കതിന്റെ ആവശ്യമില്ല. വല്യച്ഛനല്ലെങ്കിലും ഏട്ടത്തിയോടാ ഇഷ്ടം. ഞാനും ഗൗരിയേച്ചിയൊക്കെ എപ്പോഴും രണ്ടാം തരക്കാരും. ഇത് ശരിയല്ല വലിച്ച. ഇവിടെ ആരും രണ്ടാം തരക്കാരല്ല, എല്ലാം ഒന്നാം തരക്കാർ തന്നെയാ. പക്ഷെ ആരും സ്വയം രണ്ടാം തരക്കാരാവാതിരുന്നാ മതി. ഇതാ പിടിക്ക്. എത്ര പറഞ്ഞാലും തലയിൽ കയറില്ലാന്ന് വെച്ചാൽ കഷ്ടം തന്നെയാ. എന്നാ പിന്നെ ഒന്നാം തരക്കാരുടെ സ്ഥാനത്ത് നിന്ന് ഒരു കാര്യം ചോദിക്കട്ടെ. കുറച്ചു ദിവസമായി ഗൗരിയച്ചിയുടെ നാവിൽ നിന്ന് ഈ ചോദ്യം കേൾക്കുന്നു. പക്ഷേ ഇതുവരെ ആരും അതിന് മറുപടി പറഞ്ഞു കേട്ടില്ല. എന്ത് ചോദ്യം? ഗൗരിയച്ചിയുടെ അച്ഛനും അമ്മയും എങ്ങനെയാ മരിച്ചത്? ആരെങ്കിലും കൊന്നതാണോ? നന്ദിനി, അതോ ആത്മഹത്യ ചെയ്താണോ? നീ എന്താ എന്നെ ചോദ്യം ചെയ്യാണോ? ഏയ് അല്ലല്ല, അതിനിപ്പോ ഞാൻ പോലീസൊന്നും അല്ലല്ലോ. പക്ഷെ ചിലപ്പോ നാളെ എപ്പോഴെങ്കിലും പോലീസ് വന്ന് ഇതേ ചോദ്യം ചോദിച്ചുകൂടൊന്നും ഇല്ല. അത് അപ്പോഴല്ലേ, അതിനുള്ള മറുപടി ഞാൻ അവരോട് പറഞ്ഞോളാം. അതെന്താ, ഗൗരിയച്ചിക്ക് അത് അറിയാനുള്ള അവകാശമില്ലേ? അപ്പോ അവരുടെ മരണത്തിന് പിന്നില് എന്തോ ഒരു രഹസ്യം ഉണ്ടെന്ന് ഉറപ്പാ. എന്തായാലും ഒരു ദിവസം വല്യച്ഛനത് തുറന്നു പറഞ്ഞേ പറ്റൂ. ഇതും തുടങ്ങിയോ?
ഗൗരിയേച്ചിയെ ഒഴിവാക്കിയതിന്റെ മുഴുവൻ സന്തോഷവും രണ്ടിന്റെ മുഖത്തുണ്ട്. മോൾക്ക് ഈ ഡ്രൈവിംഗ് ഒക്കെ അറിയാമോ? പിന്നെ അച്ഛാ, സ്വാതി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. നല്ല എക്സ്പെർട്ട് ഡ്രൈവറാ സ്വാതി. നന്ദിനി കണ്ടില്ലേ സ്വാതി മോള് വണ്ടി ഓടിച്ചു വന്നത്? നിനക്കും ഇതൊക്കെ പഠിക്കാവുന്നതേ ഉള്ളൂ. അയ്യോ, നമുക്കിതൊന്നും വേണ്ടേ. എന്നെ ഇവിടുന്ന് ഇറക്കി വിടാതിരുന്നാ മതി. ഗൗരിയെ കൊണ്ടുവിട്ടത് അവൾക്കത്ര പിടിച്ചിട്ടില്ല. ഇപ്പൊ അവക്ക് അറിയേണ്ടത് അവളുടെ അച്ഛനും അമ്മയും ഒക്കെ എങ്ങനെ മരിച്ചു എന്നാ.